ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചക്ക കിട്ടിയിട്ട് പഴുത്തതും പച്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ സ്ഥലത്തുള്ള ചക്ക തന്നെയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ രജിയണ്ണ അവിടെ പോയി ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇവിടുന്ന് അമ്മയും ഞങ്ങളൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടോ. കാരണം പഴുത്ത ചക്കേനെ കൊണ്ട് ഞാൻ വിചാരിച്ച് അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ കുരും അതിൻ്റെ ഉള്ളിലെ ആ പോണ്ടി പോലത്തെ സാധനമൊക്കെ അല്ലേ അതൊക്കെ പോയി. ഇത് പഴഞ്ചക്കയാട്ടോ. അതങ്ങനെ വൃത്തിയാക്കി. അങ്ങനെ ബിജിതേച്ചി എന്നോട് പറഞ്ഞു നമ്മൾ ശ്രീനിയേട്ടനെ പോയി കാണുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശ്രീനിയേട്ടനെ കാണാൻ പോവാം കേട്ടോ. അതൊക്കെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അമ്മയൊക്കെ ഓരെ കാണാൻ പോയി കേട്ടോ. ശ്രീനിയേട്ടന് ആക്സിഡൻറ്റ് പറ്റിയതാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി ഉണ്ട് കേട്ടോ. എനിക്ക് വന്നിട്ട് വേണം കല്യാണത്തിന് പോകാൻ. ഈ അപ്പം ഉണ്ടാക്കിയേക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു മഴയും പെയ്തു. അങ്ങനെ ശ്രീനിയേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ശ്രീനിയേട്ടനെ കാണുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഓരോ മോളും ഉണ്ട്. അവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരാൾ മരിച്ചു കിട്ടുക. ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓളും വരാമെന്ന് പറഞ്ഞു. ഞാൻ ആ മരിച്ച വീട്ടിലേക്ക് പോയില്ല കേട്ടോ. പക്ഷേ എനിക്ക് കല്യാണത്തിനും ഇതൊക്കെ ഉണ്ടാക്കാനുള്ളത് കൊണ്ടും കല്യാണത്തിന് പോകാനുള്ള നടുവണ്ണൂരാണ്, മന്നങ്കാവ് ഭാഗത്തേക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ മരിച്ച വീട്ടിലേക്ക് പോയില്ല. അങ്ങനെ ഒരു ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു പോവുക കേട്ടോ മരിച്ച വീട്ടിലേക്ക്. അങ്ങനെ വന്നതിന് ശേഷം ഞാൻ മിക്സിയിൽ ഇട്ട് നല്ലോണം അടിച്ച് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇത് അടിച്ച് ഡവറേൻ്റെ അകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്തേക്ക് മധുരം കുറവായിരുന്നു ചക്കയ്ക്ക് കേട്ടോ. അങ്ങനെ ഒരാണി ശർക്കര പൊടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഏലക്കായും പൊടിച്ചിട്ട് പിന്നെ കുറച്ച് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇട്ട് നല്ലോണം ഒരു പിഞ്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് എണ്ണ തടവിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ മാവ് ഒഴിക്കുക കേട്ടോ. ചക്കേൻ്റെ ഇതെങ്ങനെ വേണേൽ ചൂടായിട്ടോ. കുമ്പളപ്പായിട്ടും ഒക്കെ ഉണ്ടാക്കട്ടെ. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ആക്കിയിട്ടാട്ടോ ചെയ്തത്. അങ്ങനെ ഇഡ്ഡലി പാത്രം അടുപ്പത്തേക്ക് വെച്ച് ആവിയൊക്കെ കയറി വന്നേരം പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചിട്ടോ. അങ്ങനെ ഞാനിപ്പുറത്ത് പിന്നെ അവിലുണ്ടാകാം. രജാണ് ഇങ്ങനെ ചക്കനെ കൊണ്ടുള്ള സംഭവങ്ങളൊന്നും തിന്നൂല കേട്ടോ. പഴുത്ത ചക്ക തിന്നൂല, പച്ച ചക്ക. പഴുത്ത ചക്ക വരിക്കച്ചക്കയാണേ തിന്നും. അങ്ങനെ ഓവറായിട്ട് തിന്നുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഞാനൊക്കെ കഴിക്കും കേട്ടോ നല്ലോണം. അതുപോലെയൊന്നും രജാൻ കഴിക്കൂല കേട്ടോ. പുഴുങ്ങിയതായാലും കഴിക്കൂല. ചക്ക ഉപ്പേരി പോലെ ആക്കി കൊടുത്തതാണ് അല്ലേ തിന്നൂല കേട്ടോ. അങ്ങനത്തെ 2ാമത്തെ ട്രിപ്പും ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. വെച്ചതിന് ശേഷം പിന്നെ ഒരിക്കൽ ചായ കൊടുത്ത് രജിയാനും റിത്തുവിനുമായിട്ട് ചായ കൊടുത്തത്. റിൻറ്റു ഒന്നും വീട്ടിലില്ല. അങ്ങനെ അവർ ചായ ഒഴിച്ചിട്ടും എന്തൊക്കെയോ ആക്കി കൊടുക്കുക. ഞാൻ പിന്നെ വൈകുന്നേരം ചായ കുടിക്കില്ല. ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കൂടി ബാക്കിയുണ്ട് ആ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞങ്ങൾ പിന്നെ കല്യാണ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിന്. ഇതാണ് കേട്ടോ കല്യാണ ചെക്കന്. അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കല്യാണ വീട്ടിൽ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ബിരിയാണിയൊക്കെ കഴിച്ച്. അച്ചാർ സൂപ്പർ ടേസ്റ്റാണ്. അച്ചാർ മാത്രമല്ല കേട്ടോ, ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്.